ഷുഗർ കട്ടല്ലേ? ആണോ? ഷുഗർ കട്ടെന്ന് വെച്ചിട്ട് ഷുഗർ കുറയണമെന്നൊന്നുമില്ല. ഷുഗർ കുറയണമെന്നുണ്ടെങ്കിൽ ശരിക്കും ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ കുറയ്ക്കന്നെ വേണം. അതിൽ അരിഭക്ഷണമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ ഈ 5 ഫുഡ് നമ്മൾ ഷുഗർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതിൽ ഒന്നെന്ന് പറയുന്നത് മുട്ടയാണ്, കോഴിമുട്ട. അത് 3 എണ്ണം വരെ ഒരു ദിവസം എടുക്കുക, കൊളസ്ട്രോൾ ഇല്ലാതെ നോക്കണമെന്ന് മാത്രം. പക്ഷേ ഈ മുട്ടയ്ക്ക് എന്തിനുള്ള കഴിവുണ്ട്? നമ്മളെ ഷുഗറിനെ ബാലൻസ് ചെയ്ത് മണിക്കൂറോളം കൊണ്ടാവാനുള്ള കഴിവുണ്ട്. ഈ ബാലൻസ് ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഷുഗർ ആയുള്ളവർക്ക് അറിയാമല്ലോ, കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഷുഗർ ഡൗൺ ആവും, ഷുഗർ കൂടും. അപ്പോൾ ഈ പ്രശ്നം ഇല്ലാതെ ബാലൻസ് ചെയ്യാൻ മുട്ടയ്ക്ക് പറ്റും. രണ്ടാമത്തെ പറഞ്ഞാൽ മത്തിയാണ്. മത്തിയിൽ omega-3 ഫാറ്റി ആസിഡ്സ് ഒരുപാടുണ്ട്. അപ്പോൾ ഈ omega-3 ഫാറ്റി ആസിഡ്സ് നമ്മളെ ബോഡിയിലുള്ള ഇൻഫ്ലമേഷൻസിനെ തടയാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസിന് അതിന് ബാലൻസ് ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമത്തെ സാധനം എന്ന് പറയുന്നത് ഈ ഗ്രാസ്, പച്ചപ്പുല്ലൊക്കെ കഴിച്ച് നിൽക്കുന്ന ആനിമൽസിൻ്റെ ഇറച്ചിയോ ലിവറോ ആണ്. ഇതിൽ ലിവറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അയൺ, സിങ്ക് ഇങ്ങനെയുള്ള മിനറൽസ് ഉണ്ട്. ഈ മിനറൽസ് ഷുഗറിനെ സ്റ്റേബിൾ ആക്കാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഈ മീറ്റ് എന്ത് ചെയ്യും? നമ്മൾക്ക് മസിൽ ബിൽഡ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ മസിൽസ് എന്തിനെ സഹായിക്കുന്നുണ്ടാവും? ഷുഗറിനെ ബേൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഫാറ്റാണ്. ഈ ഫാറ്റ് ഐറ്റംസ് ആണ് ഒലീവ് ഓയിൽസ്, അതുപോലെ തന്നെ അവകാഡോ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഈ അവകാഡോ, ഒലീവ് ഓയിൽസ് ഒക്കെ എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നത്? ഷുഗർ സ്പൈക്സ് കുറയ്ക്കുകയാണ് ചെയ്യുന്നുണ്ടാവുക. സോ ഫൈനലി ഷുഗർ എന്തായിരിക്കും? ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റും.